തിരഞ്ഞെടുപ്പ് ഒരു ഓളമാണ്, വൻ ഹൈപ്പാണ്. രാജ്യത്തെമ്പാടും അത് അങ്ങനെ തന്നെയാണ്. വിജയമാണ് മുഖ്യം. അതുകൊണ്ടാണ് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJP 370 സീറ്റും NDA 400 സീറ്റും നേടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ആവർത്തിച്ച് പറയുന്നത്. അതിനിടയിലാണ് കോൺഗ്രസിന്റെ വീരവാദം. BJP വമ്പൻ തോൽവി ഏറ്റുവാങ്ങുമെന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ പ്രവചനം. BJPയുടെ 400 സീറ്റ് നേടണമെന്ന പദ്ധതി നടക്കാനേ പോകുന്നില്ലെന്നാണ് ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ അമേഠിയിൽ വെച്ച് നടന്ന പൊതുസമ്മേളനത്തിൽ ഖാർഗെ പറഞ്ഞത്. 100 സീറ്റ് പോലും നേടാനാവാതെ BJP അധികാരത്തിൽ നിന്ന് പുറത്തു പോകുമെന്നും കോൺഗ്രസ് അധ്യക്ഷൻ പറഞ്ഞു വെക്കുന്നു. അമേഠിയിലെയും റായ്ബറേലിയെയും ജനങ്ങൾക്ക് ഗാന്ധി കുടുംബവുമായി ആഴത്തിലുള്ള ബന്ധമാണുള്ളത്. രാജീവ് ഗാന്ധിയും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും കഠിനമായി ജോലിയെടുത്ത മണ്ണാണ് അമേഠിയിലേത്. നിരവധി തവണ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിച്ച മണ്ഡലങ്ങളാണ് അമേഠിയും റായ്ബറേലിയും. എന്നാൽ ഇവിടെ ഇപ്പോൾ ജനങ്ങളിൽ ശത്രുത വിതയ്ക്കാൻ BJP ഗൂഢാലോചന നടത്തുകയാണെന്നാണ് ഖാർഗെയുടെ ആരോപണം. BJP ഇതൊക്കെ ചുമ്മാ കേട്ട് വിട്ടുകൊടുക്കുമോ? കോൺഗ്രസിനെ സാക്ഷാൽ രാഹുൽ ഗാന്ധിയെ തന്നെ വെല്ലുവിളിച്ചിരിക്കുകയാണ് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി. വയനാട്ടിലേക്ക് പോവാതെ അമേഠിയിൽ വന്ന് മത്സരിക്കൂ എന്നാണ് സ്മൃതിയുടെ വെല്ലുവിളി. 2019 രാഹുൽ അമേഠിയെ കൈവിട്ടു. ഇപ്പോൾ രാഹുലിനെ അമേഠി കൈയൊഴിഞ്ഞു. ആത്മവിശ്വാസമുണ്ടെങ്കിൽ വയനാട്ടിലേക്ക് പോകാതെ മുൻ മണ്ഡലമായ അമേഠിയിൽ നിന്ന് ജനവിധി നേടാൻ തയ്യാറാകണം. അമേഠിയിലെ ജനങ്ങൾക്ക് രാഹുലിനോട് എന്താണ് മനോഭാവമെന്ന് അവിടുത്തെ ഒഴിഞ്ഞ വീഥികൾ വിളിച്ചു പറയുന്നുണ്ടെന്നും സ്മൃതി ഇറാനി പരിഹസിച്ചു. രാഹുൽ നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര ഉത്തർപ്രദേശിൽ എത്തിയതോടെ ഇരു കൂട്ടരും പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ കടുപ്പിച്ചിരിക്കുകയാണ്. 2019 തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് MP ആയ രാഹുൽ ഗാന്ധിയെ 55,000 വോട്ടിനാണ് അമേഠിയിൽ സ്മൃതി ഇറാനി പരാജയപ്പെടുത്തിയത്. 80 സീറ്റുള്ള സംസ്ഥാനത്ത് വെറും ഒരിടത്ത് മാത്രമാണ് കോൺഗ്രസ് വിജയിച്ചത്, അതും റായ്ബറേലിയിൽ മാത്രം. അതേസമയം വയനാട്ടിൽ രാഹുലിന്റെ വിജയം വൻ ഭൂരിപക്ഷത്തിലായിരുന്നു. ഇത്തവണ സോണിയ രാജ്യസഭയിലേക്ക് മത്സരിക്കുന്നതോടെ റായ്ബറേലിയിൽ പുതിയ സ്ഥാനാർത്ഥിയാകും കോൺഗ്രസിന് വേണ്ടി ഉണ്ടാവും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പോലെ അമേഠിയിലും വയനാട്ടിലും രാഹുൽ മത്സരിക്കുമെന്നാണ് ഇതുവരെയുള്ള സൂചനകൾ. അത് മനസ്സിലാക്കി സ്മൃതി ഇറാനി പണി തുടങ്ങിക്കഴിഞ്ഞു. ജനങ്ങളുമായി ഇഴുകിച്ചേർന്ന സ്മൃതി അമേഠിയിൽ സ്വന്തമായി പുതിയ വീട് വരെ വെച്ചു കഴിഞ്ഞു. രാഹുലിന്റെ ന്യായ് യാത്ര നടക്കുന്ന 4 ദിവസവും സ്മൃതി ഇറാനി അമേഠിയിലെ പലയിടങ്ങളിലും പൊതുസദസ്സ് സംഘടിപ്പിച്ചിട്ടുണ്ട്. ജനങ്ങളുമായി ആശയ സംവാദം നടത്തി അവരുടെ നിലപാടുകളും ആവശ്യങ്ങളും ഒക്കെ ചർച്ച ചെയ്ത് പരിഹാരം കണ്ടെത്തുകയാണ് പരിപാടി. പോരാഞ്ഞിട്ട് ഗ്രാമങ്ങളിലെ പതിവ് ഭവന സന്ദർശനങ്ങളും നടത്തും. മണ്ഡല പര്യടനത്തിന് സമാപനം കുറിച്ച് ഫെബ്രുവരി 22 സ്മൃതിയുടെ അമേഠിയിലെ സ്വന്തം വീടിന്റെ പാലുകാച്ചൽ. സ്മൃതിയുടെ കയ്യിൽ നിന്ന് അമേഠി തിരിച്ചു പിടിക്കാൻ കോൺഗ്രസ് നന്നേ വിയർക്കേണ്ടി വരുമെന്ന് സാരം.